കാസർഗോഡിന് പിന്നാലെ പത്തനംതിട്ട മണ്ഡലത്തിലും മോക്ക് പോളിംഗിനിടെ അധിക വോട്ടെന്ന് പരാതി. മോക്ക് പോളിൽ രേഖപ്പെടുത്തിയത് 9 വോട്ടുകളാണെങ്കിലും വിവിപാറ്റ് സ്ലിപ്പ് എണ്ണിയപ്പോൾ 10 എന്നാണ് UDFന്റെ ആരോപണം. താമര ചിഹ്നത്തിനാണ് അധിക വോട്ട് ലഭിച്ചതെന്നും KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു പറഞ്ഞു. ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയതായി UDF നേതൃത്വം അറിയിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് സ്കൂളിൽ നടന്ന മോക്ക് പോളിൽ ക്രമക്കേട് നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് UDF ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയത്. പൂഞ്ഞാറിലെ 36-ാം നമ്പർ ബൂത്തിലെ മോക്ക് പോളിൽ 8 സ്ഥാനാർത്ഥികൾ നോട്ട ഉൾപ്പെടെ 9 വോട്ടാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വിവിപാറ്റ് സ്ലിപ്പ് എണ്ണിയപ്പോൾ 10 വോട്ട് വന്നുവെന്ന് UDF പറയുന്നു. അധികമായി വന്ന വോട്ട് താമര ചിഹ്നത്തിനായിരുന്നുവെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് പരാതി നൽകിയതായും KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു വ്യക്തമാക്കി. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ 8 സ്ഥാനാർത്ഥികളാണ് ആകെയുള്ളത്. നോട്ടയുടെ ഒരു സ്ഥാനാർത്ഥി ചേർത്ത് 9 വോട്ടുകൾ. അപ്പോൾ ഇതിൻ്റെ പരിശോധനയ്ക്കിടെ 9 വോട്ടുകൾ ചെയ്തു. എന്നാൽ വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണിയപ്പോൾ 10 വോട്ടുകൾ കണ്ടു. അധികമായി വന്ന ഒരു വോട്ട് താമര ചിഹ്നത്തിലാണ് പോയത്. അപ്പോൾ ഇത് EVM മെഷീനിൽ നടക്കുന്ന ടാമ്പറിങ്ങിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ്. ജില്ലയിലെ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുകളിൽ CPIM നേതൃത്വത്തിൽ വ്യാപകമായി കള്ളവോട്ട് നടത്തിയിരുന്നുവെന്നും ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുന്നതിനായി CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, കോന്നി MLA KU ജനീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ രഹസ്യ യോഗം ചേർന്നതായും KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു ആരോപിച്ചു. കോന്നി MLA ജനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ആ മീറ്റിംഗിൽ പങ്കെടുത്തു. അപ്പോൾ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആ മീറ്റിംഗിൽ പങ്കെടുത്ത നേതാക്കന്മാരെ സംബന്ധിച്ച് CPMന്റെ തന്നെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞത് ഇതെല്ലാം സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തിയ ആൾക്കാരാണ്. ഇവരെ വാഹനങ്ങളിൽ ഓരോരോ ബൂത്തുകളിൽ ചെന്ന് കള്ളവോട്ട് ചെയ്ത് അടുത്ത ബൂത്തുകളിലേക്ക് പോയി അങ്ങനെ ഈ ജില്ലയിലെ ഒട്ടുമിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ കള്ളവോട്ട് നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് CPMനുള്ളതെന്നാണ് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോക്ക് പോളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് തകരാർ സംഭവിച്ചു എന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണമെന്നും ഈ വിശദീകരണം തൃപ്തികരമല്ലെന്നും എല്ലാ EVMകളും വിശദമായി പരിശോധിക്കണമെന്നും UDF നേതൃത്വം ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, പത്തനംതിട്ട.